ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചവോ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചവോ. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചവോ, കഷ്ടതയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. നമ്മളെ കത്തി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് വെക്കത്തില്ലേ? അല്ലെ, കത്തി ഉപയോഗിക്കുന്നവർ പച്ചക്കറി അരിയാനാണെങ്കിലും മറ്റെന്ത് സാധനം അരിയാനാണെങ്കിലും കത്തി നമ്മൾ മുറിച്ചുകൂട്ടി വെക്കും. നമ്മൾ ഒരു മാസം നാട്ടിലില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഈ കത്തിയൊക്കെ ഒരു പരുവായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് തന്നെ രാഗി ശരിയാക്കിയെടുക്കും. ഇതുപോലെ നിങ്ങൾ രാഗണ്ട കൂടുതൽ ഹയർ പ്രൊഡക്ഷന് വേണ്ടി രാഗണ്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വിശ്വാസവും ഒന്ന് നിങ്ങളുടെ ദൈവസ്നേഹവുമാണ്. ഈ സംഭവമാണ് മൂർച്ച കൂട്ടുന്ന സാധനം. എല്ലാം സ്പീഡാക്കി അരിയണത് എല്ലാം മൂർച്ച ഉണ്ടെങ്കിലേ സ്പീഡായിട്ട് അരിയാൻ പറ്റത്തുള്ളൂ അല്ലേ? ആധ്യാത്മിക ജീവിതത്തിൽ നല്ല ഹാർവസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമുക്ക് മൂർച്ച വേണം. എന്തിന് മൂർച്ച വേണം? വിശ്വാസത്തിന് മൂർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിന് മൂർച്ച വേണം. ദൈവസ്നേഹത്തിന്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് അങ്ങയോടുള്ള വിശ്വാസത്തിലെ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തിലെ എന്നെ സമൃദ്ധമാക്കണമേ. എൻ്റെ അങ്ങയോടുള്ള സ്നേഹത്തിലെ എന്നെ വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശരീരത്തിലെ ആണി പോലെ ഇങ്ങനെ വന്ന് പിന്നെ അതൊരു ശരീരത്തിൻ്റെ ആ ഭാഗം കല്ലായിട്ടിരിക്കുകയാണ്. കല്ല് പോലെ ഭയങ്കര ഹാർഡാണ്. അത് നമുക്ക് എടുക്കാനും പറ്റണില്ല, അത് പൊറുക്കണമില്ല, പഴുക്കണമില്ല. ഒരു ഡെഡ് ബോഡി കല്ല് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ആയാലും അങ്ങനെ ഭാഗം കാണുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്താണ്? എന്നെ ഏറ്റെടുക്കണമേ. അതാണ് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണത്. എന്നെ ഏറ്റെടുക്കണമേ. എന്താണ് ഈ ധ്യാനത്തെ പരിശുദ്ധാത്മാവ് ഈ ലെവലിലോട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കലി അതൊരു ഡൂയിങ് പ്രെയറാണ്. ചൊല്ലണ ഒരു റിസൈറ്റിംഗ് പ്രെയർ അല്ല, ചൊല്ലണ പ്രാർത്ഥനയല്ല. എന്താണത്? അത് ചെയ്യണ പ്രാർത്ഥനയാണ്. പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഫാൻ കറങ്ങണം അല്ലേ? കറങ്ങണ കറണ്ട് വേണ്ടേ അല്ലേ? അതുപോലെ ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവേ നിന്നോടുള്ള സ്നേഹത്താലെന്ന് പറയണം. ഒരു പത്രം ഒരാൾക്ക് കൊടുത്താൽ പോലും പറയേണ്ടത് എന്താണ്? കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലെന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നിങ്ങൾ ആ സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് രോഗികളെ കണ്ട് കൊടുക്കുന്നുണ്ട്. അയൽവാസികൾക്ക് സഹായിക്കുന്നുണ്ട്. രോഗികളെ സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് യേശുവിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇതിന് ഉടമ്പടിക്ക് ഇത്രയും സ്പീഡ് വരാനും അതുപോലെ തന്നെ ഇതുപോലെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഇത് ഏറ്റെടുക്കാനും എല്ലാം ഒരു പ്രത്യേകത? അത് ആൾക്കാർ സാക്ഷ്യം പറയണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എല്ലാപ്പോഴും ഞാൻ പറയും, പക്ഷെ പറയുമ്പോഴൊക്കെ ഓരോരോ രീതികളിലാണ് പറയണമെന്നേ ഉള്ളൂ. ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്.
എന്നിട്ട് ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു 20% മാത്രമേ ചൊല്ലണതുള്ളൂ, ബാക്കിയെല്ലാം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റെടുപ്പെന്ന് പറയണത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എപ്പോഴും ഇരിക്കുന്നത് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് നമുക്കറിയാമല്ലോ. ഓരോരുത്തരുടെ യേശുവിൻ്റെ കൂടെ നിന്ന ഓരോ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് എപ്പോഴും ലക്ഷ്യത്തിലെത്തിയെന്ന്, ആദ്യം ലക്ഷ്യത്തിലെത്തിയത്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരായിരിക്കേണ്ടതായിരുന്നു? പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് ആരാണ് കണ്ടത്? ആരായിരിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ? ആരാണോ അന്ത്യത്താഴത്തിലെ കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത്, അതാരാണ്? കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് ആരാണ്? യൂദാസ് മാതാവി. ആരാണ്? യോഹന്നാൻ. ദാറ്റ്സ് ഓക്കെ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? യോഹന്നാൻ അല്ലേ? അപ്പോഴാരായിരിക്കണം പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകേണ്ടത്? പിന്നെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചല്ലോ അവിടെ. നിങ്ങളെനിക്ക് എന്നെ മനസ്സിലാക്കിയത് നിങ്ങളെ. ആരാണ് അന്ത്യത്താഴത്തിൽ കർത്താവിന് നെഞ്ചത്ത് കിടന്നത്? സ്വരത്തിൽ പറ. യോഹന്നാൻ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? അപ്പോഴാരാണ് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി ആകേണ്ടത്? പിന്നെ എന്താ പറ്റിയത്? പിന്നെ ആരാണിപ്പോൾ പുനരുദ്ധാന സാക്ഷി ആയിരിക്കണത്? ആരാണ് ആദ്യത്തെ സാക്ഷി? മേരി മാഗ്ഡലിൻ. അതാണ് സംഭവം. എന്താണ് എൻ്റെ കണ്ടൻറ്റ്? ആ കണ്ടൻറ്റ് അവിടെയാണ് പ്രശ്നം. അതാണ് കണ്ടൻറ്റ്. മേരി മാഗ്ഡലിൻ്റെ ഒരു ഒറ്റ വർത്തമാനമാണ്, അല്ലെങ്കിൽ അവളുടെ മനസ്സിരിപ്പ് അതാണല്ലോ. അവളുടെ മനസ്സിരിപ്പ് എന്താ കാര്യം? അവളുടെ മനസ്സിരിപ്പ് എന്താണ്? അവളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. യേശു പറഞ്ഞോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം അവളോട് പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കക്ഷികൾ പത്രോസും യാക്കോബും യോഹന്നാനോടൊക്കെ പറഞ്ഞിരിക്കണേ. 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാഷൻ പ്രഡിക്ഷൻസ് 4 പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനൊരു കാറ്റഗറിസോ ഒന്നും മേരി മാഗ്ഡലിന് കൊടുത്തിട്ടില്ല. പക്ഷേ മേരി മാഗ്ഡലിനാണ് ചാടി പുറപ്പെട്ടിരിക്കുന്നത് ആദ്യം വെളുപ്പിനെ സുഗന്ധക്കൂട്ടുമായിട്ട്. ആരാണ് നേരത്തെ പോവുക, ആദ്യം എത്തുക? അതൊക്കെ എന്തൂസ്യാസത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? എന്തൂസ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഉള്ളിലുള്ള ആൾക്കാർ, സ്നേഹം ഉള്ളിലുള്ള എൻതേയോസ് എന്ന് വെച്ചാൽ ഗ്രീക്കാണ്. ഇൻ തേയോസ് ദൈവം, എന്തൂസ്യാസം ദൈവം ഉള്ളിലുള്ള ആൾക്കാർ. ദൈവസ്നേഹ ക്രിസ്തു ഉള്ളിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവൾ ചാടി വെളുപ്പിനെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോണത്. അവിടെ നോക്കുമ്പോൾ കല്ലറയിലെ മുടിക്കല്ല് മാറിക്കിടക്കുന്നത് കണ്ടിട്ട് അവൾ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ചെല്ലും. അവർ ചെന്ന് സംഭവങ്ങളെ കണ്ട് മനസ്സിലായെങ്കിലും അവർ തിരിച്ചു പോരും. മനസ്സിലായില്ലേ? എന്നിട്ടും തിരിച്ചു പോരാൻ നിൽക്കുന്നത് ആരാ? മേരി മാഗ്ഡലിൻ. ഇതിലും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തുവിനെയാണ് നിങ്ങൾ തിരക്കണമെങ്കിൽ ഇതാണ് മെത്തേഡ്. ഒരു മാഗ്ഡലിൻ മെത്തേഡാണിത്. എന്താണ്? ആദ്യമേ അന്വേഷിച്ച് പോവുക, അവസാനം വരെ അവിടെ നിൽക്കുക. ഇതെല്ലാം ഇവരെന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല മേരി മാഗ്ഡലിൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അവളുടെ മനസ്സിലുള്ള ഒരു സമർപ്പണമാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കണം. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു, പ്രഭു അങ്ങാണ് അവന്, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക എവിടെയാണ് വെച്ചിരിക്കണമെന്ന്. ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇത് ചെയ്യണ പ്രാർത്ഥനയാണ്, ചൊല്ലണ പ്രാർത്ഥനയല്ല. എല്ലാവർക്കും കൈ നനയാതെ ചുണ്ടിങ്ങനെ ചലിപ്പിച്ച് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാമെന്നുള്ള വ്യാമോഹം, അങ്ങനെയുള്ള വിളക്കെല്ലാം മേരി മാഗ്ഡലിൻ തല്ലിക്കെടുത്തി കളയും. എന്താ കാര്യം? അവൾ പറയുന്ന വാക്കെന്താണ്? ഞാൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കാം.
ഇത് പറയാൻ ചങ്കൂറ്റത്തോടെ ആര് പറഞ്ഞാലും അപ്പോൾ കർത്താവ് വിളിക്കുന്ന നിൻ്റെ പേര് മറിയാം. അതെന്താണ് നിൻ്റെ പേരെങ്കിൽ അത് ദൈവം വിളിച്ചിരിക്കും. കൈയിടിച്ച് കർത്താവിനെ സുധരലിയ. നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ പരിച്ഛേദങ്ങളെ, നിറഭേദങ്ങളെ വളരെ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. യേശുവിനെ അറിയാൻ, യേശുവിനെ അനുഭവിക്കാൻ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്താ പ്രശ്നം? ഇപ്പം 20:15 ആ വചനമുള്ളത്. വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. യേശു അവളോട് ചോദിച്ചു. പറഞ്ഞ യേശു അവളോട് ചോദിച്ചു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എന്തെടുത്തോണ്ട് പോകാനേ പറയണേ? ഡെഡ് ബോഡിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയത്തില്ല ഈശോ ഉയർത്തെഴുന്നേറ്റത്. അവൾക്കാകപ്പാടെ അറിയാവുന്നത് 3 ദിവസം മരിച്ചിട്ടുള്ളവരിക്കും ഡെഡ് ബോഡിയാണെന്നറിയാം. ഈ ഡെഡ് ബോഡി ഏറ്റെടുത്തോളം എന്നാണ് ഈ പറയണത്. യേശുവിന് വേണ്ടി ഒരു നാണക്കേടോ ഒരു ഭാരമോ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ചേച്ചിയാണ് നേരത്തെ ചോദിച്ചത്, കല്ല് മൂടി വെച്ചിരിക്കുമല്ലോ അവിടെ, ആരാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ നമ്മളെ സഹായിക്കണത്? അല്ലേ? മർക്കോസിൻ്റെ 16:3 വായിച്ചേ. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? ഈ വചനങ്ങളുടെ ഒരു പോക്ക് കണ്ടില്ലേ? മർക്കോസ് 16:3 ഏറ്റു പറഞ്ഞേ. ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൽ നിന്ന് കല്ല് എടുത്തു മാറ്റി സഹായിക്കുന്നത്? ശവകുടീരത്തിൻ്റെ കല്ല് എടുത്തു മാറ്റാൻ സഹായം ചോദിച്ച മേരി മാഗ്ഡലിൻ ക്രിസ്തുവിൻ്റെ അവസ്ഥകളെ ഏറ്റെടുക്കുന്നതിന് ആരുടെയും സഹായം വേണ്ട. ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ വരുന്നവർക്കുണ്ടാകുന്ന ബേസിക് നിലപാട്, അടിസ്ഥാന നിലപാട് എന്താണ്? ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്ന് പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്നുകൂടി പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അപ്പം ചില ആൾക്കാർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പോലും സഹായം വേണം കൂട്ടുകാരുടെ, അല്ലേ? ചില ആൾക്കാർക്ക് എന്നോട് ചോദിക്കും, അച്ഛാ എന്ത് അമ്മയും മകളും കൂടി വരും ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വരും. അപ്പോൾ അമ്മ പറയും, അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കോളേജുണ്ട്, കോളേജിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടും, ഇവൾക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞ ബാംഗ്ലൂർ അഡ്മിഷൻ മതിയെന്നാണ് പറയണത്. അപ്പോൾ അതെന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്നെ എനിക്ക് പഠിക്കേണ്ട എന്നൊക്കെ ഇവൾ പറയണത്. ഷാർട്ടീവാണ്. എന്താ കാര്യം? ബാംഗ്ലൂരാണ്, കൂട്ടുകാരെല്ലാം അങ്ങോട്ടാണ് പോയിരിക്കണത്. അതാണ് സംഭവം. അപ്പം നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്? നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അതായത് നീ ഇങ്ങനെ അവലംബിക്കുന്ന വ്യക്തികളെ ഓർക്കുക, ഇടയ്ക്ക് വെച്ച് നിന്നെ കൈവഴിയും. ബൈ നോ മീൻസ് നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ പോണോടത്തെല്ലാം വരാൻ അവർക്ക് പറ്റുമോ? പക്ഷേ നീ പോണോടത്തെല്ലാം നിൻ്റെ കൂടെ വരാമെന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. വചനത്തിൻ്റെ ഫ്ലോ ക്യാച്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങളിത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വേറെ ഒരു ഡിഫറെൻ്റ് ആളായിരിക്കും. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് കോൺഷ്യസ് ആണ്, ശരിക്കും അവയർനെസ്. ഉടമ്പടി നിനക്ക് നൽകുന്നത് ഈ അവയർനെസ് ശക്തിപ്പെടണം. ഒന്ന് കൈ നേരത്തെ ചോദിച്ചേ. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എന്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം കുറച്ചുകൂടി
അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ബോധവതികളാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവം പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മേരി മാഗ്ഡലിൻ ഫസ്റ്റ് വിറ്റ്നസ്സിയായി മാറിയത്? അത് നിലപാടാണ് അവളുടെ. അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു പക്ഷേ 70 കിലോ ഉള്ള ഒരു ഡെഡ് ബോഡി. ടൂറിലെ വിശുദ്ധ കച്ചയൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് 70 കിലോ ഉണ്ടെന്നാണ്. അപ്പോൾ 70 കിലോ ഉള്ളൊരു ഡെഡ് ബോഡി, 3 ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി. ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത്. ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ടാണ് പോണത്? ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത്. പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ചൊല്ലിയിട്ട് ഇത് സ്പീഡാവുമെന്ന് വിചാരിക്കരുത്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും ഉടമ്പടിയിൽ സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? അതെന്താണ്? അതെപ്പോഴും ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുന്നതും ഈ ചെയ്ത്തുകളാണ് എൻ്റെ കൂടെയുള്ള. അവൻ പറയണത് പോലെ ചെയ്യുന്നതിനുള്ളതാണ് സംഭവം. ഇത് ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെയും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോഴും പറയുവേ, ഓ അമ്മായിപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു, ഭയങ്കര ഇടി വെച്ചും കേസും പറഞ്ഞും മേടിച്ച്. ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി, അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയും സഹായിക്കാനില്ല. തീർന്നു, പരിപാടി തീർന്നു. ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. കാര്യം എന്താണ്? ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. പലരും കെയർടേക്കറിങ്ങിന് ജോലിക്ക് പോകാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ലീവിന് വരും. കെയർടേക്കറാണ് അവർ. ഇംഗ്ലണ്ടിൽ അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെ. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് 80 വയസ്സുണ്ട്, ഭയങ്കര തടിയനാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത്. എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്ന് തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു രീതി നമ്മൾ ഞെട്ടിപ്പോകും. അവളവിടെ ചെന്ന് 3 മാസമായപ്പോഴത്തേന് 3 ആഴ്ചക്കുള്ള ആ ചേട്ടൻ മരിച്ചു. അതല്ല പ്രശ്നം. അവൾക്ക് അതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 3 മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത്. അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും, നിൻ്റെ അവസ്ഥകൾ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട്? എന്താ കാര്യം? എൻ്റെ പേഷ്യൻറ്റിന് 80 കിലോ ഉണ്ട്, തളർന്ന് കിടക്കുകയാണ്. അങ്ങേരുടെ ബെഡ് സോർ കൊണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയെ. ഞാൻ എങ്ങനെ ഇത് നോക്കും? അപ്പോൾ അവർ ആ പേഷ്യൻറ്റുമായിട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇതല്ല അച്ഛന് പറയാനുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ? നീ ഒറ്റക്കായിപ്പോയി. ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും, ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. കടങ്ങളായാലും അങ്ങനെയാണ്. ആനുകൂല്യത്തിന് എല്ലാവരും ചാടി വീഴും, പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന് കണ്ട കുരിശ കിടക്കുകയാണ്, അതിൻ്റെ കൂടെ കക്ഷത്തൊരു മൊഴി, അത് എക്സ്ട്രാ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടുക നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിത് മേരി മാഗ്ഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞില്ലേ? പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കളിയിലാണ് ആയത്. ഈ നെഞ്ചത്ത് കിടന്ന യോഹന്നാനും കുരിശിൻ്റെ ചുവട്ടുന്ന യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിരിക്കുന്നത് ആരാണ്? മേരി മാഗ്ഡലിൻ ഒറ്റ വാക്കിലാണ്. എന്താണ്? ഏത് ഡെഡ് ബോഡിയാണ് കർത്താവേ
ഞാൻ ഏറ്റെടുത്തോളാവുന്ന കൈ ഇടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിങ്സ് ആൻഡ് അൺജസ്റ്റ് അഗ്രസീവ്നെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നീ അനുഭവിക്കുന്ന അന്യായമായിട്ടുള്ള എല്ലാവിധ ഞെരുക്കങ്ങളും, നീ ഒരു നിമിഷം നിൻ്റെ വീട്ടിൽ എവിടെയാണ് നീ മുട്ട നിന്നിട്ട് പറയണം, കർത്താവ്, ഇത് മേരി മാഡനെ പോലെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതിന് പകരം നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. ദാറ്റ് ഇസ് മിഷൻ. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് നീ അറിയും. അപ്പോൾ ക്രിസ്തു നിൻ്റെ പേര് വിളിക്കും, കർത്താവ് നിന്നെ സ്വന്തമാക്കും. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ, ഈ ശക്തി എന്നും പറഞ്ഞ് ഇപ്പം ക്രിസ്തുവിൻ്റെ കൈമാറ്റം, വിനിമയം, ക്രിസ്തു വിനിമയം ചെയ്യപ്പെടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിസ്തു 2 ഫോംസിലാണ്. ഒന്ന് വ്യക്തിയായിട്ടും ഒന്ന് ശക്തിയായിട്ടും. ക്രിസ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന തിരുത്തത്തിൻ്റെ 2-ാം ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഈ ക്രിസ്തുവിൻ്റെ കൈമാറ്റം നടക്കുന്നത് 2 ഫോംസിലാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റണില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ശക്തി പോയെന്നല്ല എൻ്റെ അർത്ഥം. എന്നിട്ട് നീ പറയണം, എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഞാനിത് ഏറ്റെടുക്കണമെന്ന് പറയണം. അതാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ 16:3 ചോദിക്കുന്ന സ്ത്രീ തന്നെയാണ്. കല്ലെടുത്ത് മാറ്റാൻ ആര് സഹായിക്കുമെന്നാണ് മേരി മാഡലിൻ ചോദിച്ചത് പണ്ട്. ആ മേരി മാഡലിൻ തന്നെയാണ് ഇപ്പോൾ പറയണത്, ആരും സഹായിച്ചില്ലെങ്കിലും ഇത് കല്ലല്ലോ കർത്താവല്ലേ, അത് ഞാൻ എടുത്തോളാം. ഇത് കല്ലല്ല കർത്താവാണെന്ന് നീ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾ, നിന്നെ ക്ലേശിപ്പിക്കുന്ന വ്യക്തികൾ, അത് കല്ലല്ല കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ ശക്തി അനുഭവിക്കേണ്ടത്. കൈയടിച്ച് കർത്താവ് കല്ലല്ല, കല്ല് എടുത്തു മാറ്റാനാണ് സഹായം ചോദിച്ചത്. പക്ഷെ കർത്താവിനെ എടുത്തു മാറ്റാൻ ആരുടെയും സഹായം, എടുത്തുകൊണ്ട് പോകാൻ, ഏറ്റെടുക്കാൻ ആരുടെയും സഹായം ചോദിക്കണില്ല. ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരു വിഷയത്തെ ഞാൻ ക്രിസ്തുവായിട്ട് ആരെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരെയും നിങ്ങൾക്ക്, കാര്യം ഈശോ പറഞ്ഞിട്ട് എൻ്റെ നാമത്തിൽ, ഈ എളിയവരിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. 9:37 മർക്കോസ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഫോർമുലയാണ്, കൺവേർഷൻ ഫോർമുലയാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ ആ വിഷയം ക്രിസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അടുത്ത പോയിന്റ്, ഏതെങ്കിലും ഒരു ക്ലേശത്തെ, മർക്കോസ് 9:37, ഏതെങ്കിലും ഒരു ക്ലേശത്തെ ദൈവസ്നേഹത്താൽ പ്രേരിതനായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ക്രിസ്തുവായി കൺവേർട്ടപ്പെടുക, അത് മാറ്റപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് താങ്ങാനാവാത്ത എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി, സ്നേഹത്തെ പ്രതി, ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും.
അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ, തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചം എന്ന് പറയുന്നതാണ്. ഒരു വെളുപ്പാങ്കാലത്ത്, ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ഡലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറിക്കുക. ജീവിതത്തിൽ ഒരു പിടി കിട്ടണില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ, അങ്ങനെയൊക്കെ ഒരു നമുക്ക് എംബിഗസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻസ്. യു ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ ഒരു ഫെയ്ത്ത് കണ്ടൻറ്റകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ, വീടുണ്ടോ, വെതർ മേ ബി അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ വഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. സ്നേഹിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ പുട്ടിനെ വീരിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കണത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ അയാൾക്കൊരു ഇരുട്ട മയത്തിൽ ഒരു വെളുപ്പാങ്കാലത്ത് ഈശോ വരികയാണ്. കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കിയേ. അതായത് അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ അനക്കമില്ല. അയാൾ വിഭാവന ചെയ്തു, ദാറ്റ് ഈസ് ലോഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ, ശരി ക്ലേശമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം. കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ ചെയ്യണം. ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തിനാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ക്രിസ്തു ആക്ടിവേഷൻ ഇനി 2 ഫോർമുല ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അധരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കണത്. യോഹന്നാൻ ചെയ്തിരിക്കാൻ തെറ്റില്ല, പക്ഷെ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ അപ്പോൾ യോഹന്നാൻ 21:7 അനുസരിച്ച് കൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയാം, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്തു ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വരുന്നത്. യാക്കോബിൻ്റെ ഉത്തരം വായിച്ചവന് 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്?
വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ് അത്? കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി, പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു, യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്ത് സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മിഷൻ വർക്ക് ചെയ്യണത്, എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത്. നിങ്ങളൊരു പത്രം കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂരപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വാരിക്കോസായി കാലിൽ. ഒരു കാലവസാനം കാല് വേദന, അതായത് പിന്നെ നീര്. അവർ പറയണതേ, ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്ത് കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ, അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറങ്ങി കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷേ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കുമെന്ന്. അത് സാക്ഷ്യം പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്? ഇവർ ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്. ജാൻസി ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രവും മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. ആരും ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പുറമ്പിൽ ചെന്ന് അവിടെയൊക്കെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണേ, പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും നീരുണ്ടായിട്ടില്ലെന്ന് കൈയിടിച്ച് കർത്താവ്. അതായത് ഇത് ഒരു വർക്കാണ് ശരിക്കണേ കർത്താവിൻ്റെ പേരിൽ. അതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന മർമ്മം എന്ന് പറയുന്നത്, പത്രം കിട്ടായിട്ട് പള്ളി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് തോന്നണില്ലേ? അതാണ് അവരുടെ മിഷൻ എന്ന് പറയണത്. ഇത് കർത്താവിനെ പ്രതിയുള്ള സങ്കടമാണത്. ആ സങ്കടം കാരണം അവരെടുത്തിട്ട് എനിക്ക് സങ്കടം തന്നെ പറഞ്ഞ് വീട്ടിൽ പോയില്ല. അത് എടുത്തിട്ട് കണ്ടവർക്കെല്ലാം അത് വിതരണം ചെയ്ത്, എനിക്ക് സങ്കടമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്.
നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7 എന്താണ് അത് കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്നറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്തു ചെയ്യും, ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതിന് ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോഴുടനെ 10 ദിവസം ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണം, അതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പ്രേക്ഷിത പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷസിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടിൽ വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അതൊരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 2:19 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ആ വചനം വായിച്ചു തരാം. ഒന്നിന് വായിച്ചു തരാം. ഒന്ന് പറഞ്ഞേ. വെളിപാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും ഏറ്റു പറഞ്ഞേ. നിന്റെ പ്രവൃത്തികളും
സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇതാണ് ഇവിടെയാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ യോഹന്നാൻ്റെ എല്ലാ കാര്യവും കർത്താവ് കണ്ടതാണ്. വക്ഷത്തിൽ കിടന്നതാണ് ആള്. അന്ത്യത്താഴ് സമയത്ത് നിന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചതാണ്. അനുസരിച്ച് കൂടെ വന്നതാണ്. അതിനുശേഷം കുരിശിന് ചുവട്ട് നിന്നതാണ്. ഇത്രയും കാര്യം ഓക്കെയാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ പാളിപ്പോയി. അവസാനം എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞ് വള്ളത്തെ തന്നെ ഇരുന്ന് പോയി പാവപ്പെട്ടവൻ. ചാടി കടലിൽ വീണത് നീന്തി കയറി കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെന്നവനാണ് താക്കോല് കിട്ടുന്നത്. എന്താ കാര്യം? അവൻ്റെ അവസാന പ്രവർത്തനങ്ങൾ വിജയിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങേ സാക്ഷ്യം വഹിക്കാനുള്ള എൻ്റെ മിഷൻ ചൈതന്യം അന്ത്യം വരെ അഭിഷേകപൂരിതമാകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ ഇരിപ്പുകാരത്തേക്ക് യോഹന്നാനിപ്പോൾ വള്ളത്തിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാമോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മഗ്ദലനിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജപമാല ചൊല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷെ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അധരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡുണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരെയും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തത്തില്ല. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതണതും വായിക്കണതുമല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ല എൻ്റെ ഇടയ്ക്ക്. കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ ഐസി പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കണത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയില്ലാത്തുള്ള കാലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയം. മറിയത്തിന് എന്താ പണി കിട്ടിയിട്ട് നോക്കിയേ. ആ വായിച്ച് 11:20 വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ട പറയാൻ.
അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ല. മാർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ, നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണേ? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്ത് ഇറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷേ മറിയത്തിന് ആ വചനം പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2. ഹെബ്രായർ 4:2. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്നെന്ന്. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടുത്തെ കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്? ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാ കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ. യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തിന് കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷേ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും 2 കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ, അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കണത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം കേട്ടയാളാണ്. അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നുള്ള സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് ആണ് ഈശോ, നോക്കൂ അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയുവേ, അന്തിമ നാളിൽ, ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതാരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവന്? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിന് വെളിപ്പെടുത്തും. ഞാൻ സ്നേഹിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:21. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും
ഇത് പറഞ്ഞ് എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തായിക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയണത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ, ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കുക. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ, വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞല്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്. ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷെ അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്ന് പറഞ്ഞേ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറൽ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. രോഗികളെ, നെഞ്ച് രോഗികളെ, ഹൃദയരോഗികളെ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാരെ, ടോൺസിറ്റ്, തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവർ കൈകളെ, ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ
കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ, കർത്താവേ, ഉള്ളംകാല് മുതൽ ഉച്ചവരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ, ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ കീമയായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികളെ, മാറാ രോഗികളെ, യേശുവിന്റെ നാമത്തില് കിഡ്നി രോഗികളെ, യേശുവിന്റെ നാമത്തില് കരൾ രോഗികളെ, യേശുവിന്റെ നാമത്തില് ഹൃദയ രോഗികളെ സൗഖ്യമാകട്ടെ. വെള്ളത്തിന്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോരു തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട്, അവരും നടുവ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങളിലേക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ്. എത്രയോ പേരാണെന്നറിയാമോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല, അവരറിഞ്ഞിട്ട് കൂടിയില്ല, പക്ഷെ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല. കാര്യം എന്താണ്? യേശു കാലാതീതനും സ്ഥലാതീതനുമാണ്. ശ്രദ്ധിക്കട്ടെ. ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസറിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള മുഴകളുള്ളവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശരീരത്തിൽ മുഴകളുള്ളവരെ ഉച്ചി മുതലേ ഉള്ളംകാല് വരെ പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകളുള്ളവരെ യേശുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കർത്താവ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ഇവനൊരു 7 വയസ്സുണ്ടെന്ന് തോന്നണം. അങ്ങനെ കൊച്ചുമക്കളിലെ 7 വയസ്സ്, 6 വയസ്സ്, 5 വയസ്സ്, 9 വയസ്സ്, അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ഉള്ളവരുണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ഫിക്സും ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട്. അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളത് വിശ്വസിക്കുന്നത്, ആനുപാതികയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, അത് പ്രയോഗവരക്കിരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു. അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ്. അല്ലെങ്കിലും കാണിക്കുമെന്നല്ല, സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തരായിരിക്കണമെന്ന് 2 തിമോത്തി 2:13 പറയും. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പറ്റത്തില്ല. സമയം ബന്ധിതമാകണം. സമയത്തെ ചുരുക്കണത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ്, പ്രാർത്ഥനയല്ല.
അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, മേരി സമയമാകില്ലെങ്കിലേ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി, അവൻ പറയണ പോലെ ചെയ്താൽ മതി, ആകാത്ത സമയമാകും. ഇപ്പം സമയത്തിൻ്റെ ചുരുക്കം തന്നെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലാണ്. അമ്മയുടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയ ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറക് വിരിക്കുന്നത്. കൈ ഇട്ടിച്ച് കർത്താൻ സൊല്ലി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന.